ഹായ്, നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി വീഡിയോയിൽ ഞാൻ സൂപ്പർ സെഷൻ എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞായിരുന്നു. അത് കുറേ പേരൊക്കെ യൂസ് ചെയ്തിട്ട് അത് നല്ലോണം ഹെൽപ്ഫുൾ ആകുന്നു എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേർക്ക് അതെന്താണെന്ന് അങ്ങോട്ട് ശരിക്കും ക്ലിയർ ആയിട്ടുമില്ല. അപ്പം അതിനൊരു ക്ലാരിറ്റി ഇന്ന് വരുത്താം. നിങ്ങൾ ഫിസിക്കൽ എക്സർസൈസിൽ HIIT എന്ന് പറഞ്ഞ സാധനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവെൽ ട്രെയിനിങ്. ആ സെയിം ഒരു കൺസെപ്റ്റ് പഠിത്തത്തിലോട്ട് അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ അതിന് ചുമ്മാ സൂപ്പർ സെഷൻ എന്നൊരു പേരിട്ടേ ഉള്ളൂ. ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ റിവൈസ് ചെയ്യുന്ന സ്പീഡും അതേപോലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്പീഡും മെമ്മറിയും ആൻഡ് തിങ്കിങ് കപ്പാസിറ്റി. നമുക്ക് കുറച്ച് ആ സെക്ഷൻ ബിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ കുറച്ചും കൂടെ ആലോചിക്കണമല്ലോ. ആ ഒരു പ്രോസസ്സ് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ ഈ മെത്തേഡ് നിങ്ങളെ സഹായിക്കും. ഒരു സൂപ്പർ സെഷൻ എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 3 എണ്ണമൊക്കെ ചെയ്യാൻ പറ്റും. ടോട്ടൽ ഒരു 1.5 മണിക്കൂർ. അപ്പം അതിന് കുറച്ച് എക്സാമ്പിൾസ് പറയാം. അപ്പം നിങ്ങൾ ബയോളജിയിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് എടുത്തിട്ട് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്ത് 30 മിനിറ്റ്സ് സോൾവ് ചെയ്ത് നോക്കാം. കാരണം കൂടുതൽ പേർക്കും അവിടെയാണ് സമയം പോകുന്നത്. അപ്പം ഈ അസേർഷൻ റീസണും അതുപോലെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തിട്ട് അത് മാത്രം ഒരു 30 മിനിറ്റ്സ് സോൾവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ചാപ്റ്ററിലെ മാത്രമായിട്ട് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ദിസ് ഈസ് വൺ എക്സാമ്പിൾ ഓഫ് എ സൂപ്പർ സെഷൻ. പിന്നെ ഒരെണ്ണമുള്ളത് റിവിഷന്റെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ്. ഇപ്പം മോഡൽ എക്സാംസിനൊക്കെ മാർക്ക് കുറഞ്ഞിരിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ റിവൈസ് ചെയ്യുന്നതിന്റെ സ്പീഡ് കുറവാന്നുള്ളത്. അതുകൊണ്ട് ബയോളജിയിലെ ഒരു ചാപ്റ്റർ ഒരു 30 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് ആ 30 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ആ സ്പീഡിൽ ഒന്ന് വായിച്ചു നോക്കണം. അത്രയും സ്പീഡിൽ റിവൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് കുറച്ച് പേർക്കൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും, ഓക്കെ, ഈ 30 മിനിറ്റ്സ് കൊണ്ടും ഇതൊന്ന് വായിച്ചെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാവും. ആ സ്പീഡിലുള്ള റിവിഷന്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നമ്പർ ഓഫ് റിവിഷൻ ആണ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് ബയോളജിയിലെ ഓരോ ചാപ്റ്റർ ഒരു 30 മിനിറ്റ്സും മാക്സിമം ഒരു 45 മിനിറ്റ്സിലൊക്കെ റിവൈസ് ചെയ്യുന്ന ഒരു ശീലത്തിലോട്ട് വരണം. അതിനുവേണ്ടി ഇങ്ങനെ ഒരു സൂപ്പർ സെഷൻ യൂസ് ചെയ്താൽ അത് എഫക്റ്റീവ് ആയിരിക്കും. ഇനി ഫിസിക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫിസിക്സിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഒരു 30 മിനിറ്റ്സ് സെഷൻ ചെയ്യാൻ പറ്റും. ഒരു 30 മിനിറ്റ്സ് ടൈമർ വെച്ചിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറോ എടുത്തിട്ട് മാക്സിമം നമ്പർ ഓഫ് ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ ചെയ്യണം. അപ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആകുള്ളൂ. നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം 30 മിനിറ്റ്സിൽ ഒരു 15 ക്വസ്റ്റ്യൻസേ പറ്റുള്ളായിരിക്കും. അടുത്ത ദിവസം ആകുമ്പോഴേക്ക് ആ 15 ഒരു 17 18 ഒക്കെ ആക്കാൻ നോക്കണം. തൊട്ടടുത്ത ദിവസം അത് 19 ആക്കാൻ നോക്കണം. അങ്ങനെ നിങ്ങളുടെ പതുക്കെ സ്പീഡ് ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങളുടെ സ്പീഡ് പതുക്കെ ഇമ്പ്രൂവ് ആകും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിത് ചെയ്യുന്നത് സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാതെ വരും. അത് പിന്നെ ഈ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് പതുക്കെ സോൾവ് ചെയ്താൽ മതി. അല്ലാതെ ഇതൊന്നും അറിയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ അവിടെ ഉണ്ടാകാൻ പാടില്ല. പിന്നെ ഫിസിക്സിലെ റിവിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് ഫിസിക്സിലെ എല്ലാ ഇമ്പോർട്ടന്റ് ഇക്വേഷൻസും അതുപോലെ ഗ്രാഫുകൾ മാത്രമായിട്ട് ഒരു 30 മിനിറ്റ്സ് സെഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 30 മിനിറ്റ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് NCERT എക്സംപ്ലാർ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് നോക്കാം. കാരണം അതിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അടുത്തൊരു ടൈപ്പ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് 30 മിനിറ്റ് ടൈമർ വെച്ചിട്ട് ഈ സെക്ഷൻ ബിയിലൊക്കെ വരുന്ന ലെവലിലുള്ള കുറച്ച് ഹയർ ഡിഫിക്കൽറ്റി ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കണം. അവിടെ നമ്മൾ സ്പീഡിന്റെ കാര്യമല്ല നോക്കുന്നത്. അവിടെ നമ്മൾ മാക്സിമം ഒന്ന് ആലോചിച്ച് നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് റികളക്ട് ചെയ്ത് അത് അപ്ലൈ ചെയ്ത് ആൻസറിലോട്ട് എത്താൻ പറ്റുമോ എന്നൊന്ന് മാക്സിമം ശ്രമിക്കണം. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ പോലും കിട്ടില്ലായിരിക്കും. പക്ഷെ അതിങ്ങനെ ചെയ്ത് തലയൊന്ന് പുകഞ്ഞു വരുമ്പം നമ്മൾ ഇങ്ങനെ ഇടുന്ന എഫേർട്ടിനനുസരിച്ച് നമ്മുടെ ന്യൂറോണൽ കണക്ഷൻസ് ഒക്കെ കൂടിയിട്ട് പിന്നീട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ കാണുമ്പം നമ്മൾ കുറച്ചും കൂടെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിലൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അപ്പം അതിനൊരു പ്രാക്ടീസ് ഉള്ളത് നല്ലതാണ്. നേരെ നമ്മൾ ഫൈനൽ എക്സാം എഴുതുമ്പോൾ ആയിരിക്കരുത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പം അതിനുവേണ്ടി അങ്ങനെ ഒരു സെഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഈ പറഞ്ഞ സെയിം രീതിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് കെമിസ്ട്രിയിലും സൂപ്പർ സെഷൻ ചെയ്യാം. കെമിസ്ട്രിയിൽ കുറേ നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അത് മാത്രം റിവൈസ് ചെയ്യാനൊക്കെ ഒരു 30 മിനിറ്റ് സെഷൻ വെച്ച് ചെയ്യാം. സോ ഒരു സൂപ്പർ സെഷൻ നിങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സൂപ്പർ സെഷൻ ഓരോ ദിവസവും എല്ലാ സബ്ജക്റ്റും കവർ ആകുന്ന രീതിയിൽ ചെയ്യാൻ നോക്കുക. അതായത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഓരോ സെഷൻ ചെയ്യുക. ഓരോന്നും ഓരോ സബ്ജക്റ്റിന് കൊടുക്കുക. ഇപ്പൊ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്പീഡാണ് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ മറ്റേ സബ്ജക്റ്റിൽ നിങ്ങളുടെ റിവിഷന്റെ സ്പീഡ് കൂട്ടാനോ അല്ലെങ്കിൽ റിവിഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. അതുപോലെ അടുത്ത സെഷനിൽ നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കണം. ഇങ്ങനെ ഇത് ഓരോ ദിവസവും മാറ്റി ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ രാവിലെ പഠിക്കാൻ വെച്ചേക്കുന്നത് ചിലപ്പോൾ ഫിസിക്സ് ആയിരിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു സബ്ജക്റ്റിലെ സൂപ്പർ സെഷൻ ചെയ്യുന്നതാണ് ബെറ്റർ. കാരണം നിങ്ങളുടെ എക്സാമിന്റെ സമയത്താണെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ഷിഫ്റ്റ് ചെയ്ത് പഠിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ ഫിസിക്സ് പഠിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ ബയോളജിയുടെ ഒരു 30 മിനിറ്റ്സ് സൂപ്പർ സെഷൻ ചെയ്യണം. അതുപോലെ ഉച്ച കഴിഞ്ഞൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് ഉറക്കം വരുന്ന സമയത്തൊക്കെ നിങ്ങളൊരു 3 മണിക്ക് സൂപ്പർ സെഷൻ ചെയ്യുന്നുണ്ടെന്ന് പ്ലാൻ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ആ സമയമാകുമ്പോഴേക്കും പെട്ടെന്നൊന്ന് എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ടൈമറൊക്കെ വെച്ച് സ്വന്തം ടെൻഷൻ കൂട്ടിയിട്ട് ആ 30 മിനിറ്റ്സ് ഹൈ ഇൻറ്റൻസിറ്റിയിൽ യൂസ് ചെയ്യാം. ഈ ഒരു കാര്യം ഒരാഴ്ചയായിട്ട് കുറച്ച് പിള്ളേരൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് വരുന്നുണ്ട്. അതിൻ്റെ മെച്ചമൊക്കെ കാണാനുണ്ട്. അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്തത്. ഇതിൻ്റെ ഒപ്പം നമ്മുടെ ബയോളജി റിവിഷൻ സ്ട്രാറ്റജി പറഞ്ഞിട്ടില്ലേ, ആ വീഡിയോയിലെ കാര്യങ്ങളും എഫക്റ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോയും കൂടെ ഒന്ന് പോയി കാണണം. ഓക്കെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നാളെ തൊട്ട് രാവിലെ ഡെയിലി ലൈവ് സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി നമ്മുടെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് രാവിലെ 7:30 ഒരു 15 മിനിറ്റിന്റെ സെഷൻ എല്ലാ ദിവസവും ഉണ്ട്. അത് അവർക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെന്ന് പറഞ്ഞു.
ആ സെയിം കാര്യം ഒരു ജനറൽ ലൈവായിട്ട് എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ഇന്ന് ഡോപ്പ നീറ്റ് ചാനലിൽ അവിടുത്തെ ഡോക്ടർ ആഷിഖ് ഇതേപോലെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് 6 മണിക്കാണ്. അപ്പോൾ നിങ്ങളൊരു 4 മണി 5 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ലൈവ് കണ്ടാൽ മതി. അതും എഫക്റ്റീവ് ആയിരിക്കും. വളരെ ജെനുവിൻ ആയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു അറ്റംപ്റ്റ് ആണ് അതും. ഞാനൊക്കെ 6 മണിയാകുമ്പോഴാണ് കണ്ണു തുറന്ന് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്നവർക്കൊക്കെ നമ്മുടെ ഈ ലൈവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ ലൈവ് എന്ന് പറയുന്ന ഒരു 10-15 മിനിറ്റേ കാണത്തുള്ളൂ. നമ്മൾ ഒരുപാട് ഡിസ്കഷൻസിലോട്ടോ ഡൗട്ട് ക്ലിയറൻസ് അങ്ങനെയൊന്നും പോകത്തില്ല. ജസ്റ്റ് നമ്മൾ രാവിലെ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് നമ്മൾ ആ ഡെയിലി പ്ലാനൊക്കെ ഒന്ന് ആലോചിച്ച് ഒന്ന് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് ആ എനർജി വെച്ച് ആ ദിവസം നല്ല രീതിയിൽ എഫക്റ്റീവ് ആക്കാൻ ശ്രമിക്കുക. അതാണ് ആ ലൈവിൻ്റെ ഉദ്ദേശം. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം അത്ര ശരിക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിൻ്റെ എഫക്റ്റ് ഒക്കെ ചിലപ്പോൾ അടുത്ത ദിവസത്തേക്കും ഇങ്ങനെ നീണ്ടു വരാറുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോയല്ലോ എന്നുള്ള റിഗ്രറ്റ് ഒക്കെ അടുത്ത ദിവസം ചിലപ്പോൾ മനസ്സിൽ കാണും. അപ്പം അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവരും എസ്പെഷ്യലി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നവരൊക്കെ നമ്മുടെ ഈ ലൈവിലൊന്ന് പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സെയിം സിറ്റുവേഷനിൽ കൂടെ പോകുന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ടെന്ന്. അപ്പം നമ്മളെപ്പോലെ തന്നെ കുറേ പേര് ഇങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് നമ്മൾ രാവിലെ തന്നെ വന്നൊന്ന് ചുറ്റും ഒന്ന് കാണുമ്പം നമുക്ക് ആ ദിവസം പിന്നെ അങ്ങോട്ട് വേസ്റ്റ് ചെയ്യാൻ തോന്നത്തില്ല. അത്യാവശ്യം എഫക്റ്റീവായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അങ്ങനെ കിട്ടും. അതാണ് നമ്മുടെ രാവിലത്തെ ലൈവ് സെഷൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ നാളത്തെ രാവിലെ 7 മണിക്കുള്ള ലൈവ് സെഷൻ ഒന്ന് കണ്ടു നോക്കുക. വെറും 10-15 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് അഥവാ എഫക്റ്റീവ് ആയില്ലെങ്കിലും ഒരുപാട് സമയമൊന്നും വേസ്റ്റ് ആകുന്നില്ല. സോ ജസ്റ്റ് ട്രൈ ഇറ്റ് ഔട്ട്. മുൻ വർഷങ്ങളിലെ ടോപ്പേഴ്സിൻ്റെയൊക്കെ ഫൈനൽ മന്ത് സ്ട്രാറ്റജിയുടെ ഒരു സമ്മറി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം.